നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. 2 കേസുകൾ. ആദ്യ പരാതി ഒരു യുവതി നൽകിയത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കൈകളിൽ. 2ാം പരാതി മറ്റൊരു യുവതി KPCC അധ്യക്ഷൻ ഇമെയിലിൽ അയക്കുന്നു. എന്നാൽ ഈ 2 പരാതികളിലും പോലീസ് ചാടി വീണു. രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട ലൈംഗിക കേസുകളിൽ ഇപ്പോൾ അപ്രതീക്ഷിത ട്വിസ്റ്റുകൾ. ഇന്ന് രാവിലെ ഹൈക്കോടതി രാഹുലിന്റെ അറസ്റ്റ് തടഞ്ഞുകൊണ്ട് ആദ്യ പരാതിയിൽ ഒരു സുപ്രധാന നീക്കം നടത്തി. ആദ്യ പരാതിയിൽ അന്വേഷണം നടക്കവേ അപ്രതീക്ഷിതമായി ഒരു പരാതി ഇമെയിലിൽ KPCC അധ്യക്ഷന് ലഭിക്കുന്നു. കേട്ട പാതി കേൾക്കാത്ത പാതി KPCC അധ്യക്ഷൻ ഇത് സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറി. ആദ്യ പരാതിയിൽ രാഹുലിന് മേലുള്ള കുരുക്ക് മുറുക്കാൻ ഈ പരാതി പിന്നീട് ഭരണകൂടം ഉപയോഗപ്പെടുത്തി. അതിൻ്റെ തുടർച്ചയായിരുന്നു ഇത്തരമൊരു ഇമെയിൽ കിട്ടിയതിന് തൊട്ടു പിന്നാലെ ക്രൈംബ്രാഞ്ച് മറ്റൊരു FIR ഇട്ട് ഈ കേസ് കൂടി രജിസ്റ്റർ ചെയ്തു. ആദ്യ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റ് ഹൈക്കോടതി തടയുമ്പോൾ 2ാം കേസ് ഉപയോഗിച്ച് രാഹുലിന് സമ്മർദ്ദതന്ത്രമൊരുക്കുകയായിരുന്നു സർക്കാരിൻ്റെ പദ്ധതി. ഒരു മുൻകൂർ ജാമ്യം ലഭിക്കുന്നതിന് ജില്ലാ കോടതിയെ സമീപിക്കണമെന്ന് നേരത്തെ സുപ്രീം കോടതിയുടെ ഒരു ഉത്തരവ്. ഇതിൻ്റെ തുടർച്ചയായി കേരള ഹൈക്കോടതിയും ഇക്കാര്യം എടുത്തു പറഞ്ഞു. അതുകൊണ്ട് തന്നെ ആദ്യ പരാതിയിൽ മുൻകൂർ ജാമ്യ ഹർജിയുമായി രാഹുലിൻ്റെ അഭിഭാഷകർ സമീപിച്ചത് തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയെ. അവിടെ മുൻകൂർ ജാമ്യം ലഭിച്ചില്ല. തുടർന്നാണ് ഹൈക്കോടതിയിൽ നിന്ന് അപ്രതീക്ഷിതമായി രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവ്. രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെയുള്ള ഈ 2ാം കേസിലും മുൻകൂർ ജാമ്യ ഹർജി നൽകണമെങ്കിൽ അത് ജില്ലാ സെഷൻസ് കോടതിയിൽ തന്നെ നൽകണം. അതുകൊണ്ട് തന്നെ രാഹുലിൻ്റെ അഭിഭാഷകൻ പെട്ടെന്ന് ഇന്നു തന്നെ ജില്ലാ സെഷൻസ് കോടതിയിൽ 2ാമത്തെ കേസിലും മുൻകൂർ ജാമ്യ ഹർജി നൽകി. ഏറെ രസകരമാണ് ഇത്. ജില്ലാ സെഷൻസ് കോടതിയിൽ നടന്ന കാര്യങ്ങൾ പ്രോസിക്യൂഷന് പോലും ഉത്തരം മുട്ടുന്ന കാഴ്ച നമ്മൾ അവിടെ കണ്ടു. ബംഗളൂരുവിൽ താമസിക്കുന്ന മലയാളിയായ ഒരു യുവതിയാണ് പരാതി നൽകിയിരിക്കുന്നത് എന്ന് പോലീസ് പറയുന്നു. എന്നാൽ ഈ യുവതി ആര് എന്ന കാര്യത്തിൽ രാഹുലിൻ്റെ അഭിഭാഷകനോ മറ്റുള്ളവർക്കോ വ്യക്തതയില്ല. ഇവിടെയാണ് ചില ചിരിയുണർത്തുന്ന സംഭവങ്ങൾ. ഏത് യുവതിയെന്ന് മനസ്സിലാക്കാതെ ഞങ്ങൾ എങ്ങനെ മറുപടി പറയുമെന്നാണ് രാഹുലിൻ്റെ അഭിഭാഷകർ കോടതിയിൽ ചോദിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യ അതിജീവിത പരാതി നൽകുമ്പോൾ ആ പരാതിയിലെ പല കാര്യങ്ങളും സ്വയമേവ ഏറ്റെടുത്തുകൊണ്ടുള്ള ജാമ്യ ഹർജിയാണ് രാഹുൽ മാങ്കൂട്ടം നൽകിയത്. എന്നാൽ 2ാം അതിജീവിതയെ തനിക്കറിയില്ല എന്ന നിലപാടാണ് ഇപ്പോൾ മുൻകൂർ ജാമ്യ ഹർജിയിൽ രാഹുൽ മാങ്കൂട്ടം സ്വീകരിച്ചത്. യുവതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കോടതി പ്രോസിക്യൂഷനോട് ആരാഞ്ഞു. അപ്പോഴിതാ പ്രോസിക്യൂഷന്റെ അതിവിചിത്രമായ മറുപടി. KPCC അധ്യക്ഷനാണ് ഈ പരാതി തങ്ങൾക്ക് അയച്ചു തന്നത്. KPCC അധ്യക്ഷൻ ഇക്കാര്യങ്ങളിൽ ബോധ്യമുള്ളതുകൊണ്ടാണല്ലോ ഇത്തരമൊരു പരാതി ഗൗരവത്തോടെ സംസ്ഥാന പോലീസ് മേധാവിക്ക് അയച്ചു കൊടുത്തത്. ആ ഇമെയിലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്ന് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു. വളരെ ഗുരുതരമായ ആരോപണങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിൽക്കുന്നു എന്ന് തുടർച്ചയായി പ്രോസിക്യൂഷൻ പറഞ്ഞു. 2ാമത്തെ കേസ് പരിഗണിക്കവേ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റ് തടയണമെന്നാവശ്യം രാഹുലിൻ്റെ അഭിഭാഷകൻ കോടതിക്ക് മുൻപാകെ പറഞ്ഞു. എന്നാൽ ഈ കോടതിക്ക് അതിനുള്ള അധികാരപരിധി ഇല്ല എന്നാണ് സെഷൻസ് കോടതി ചൂണ്ടിക്കാട്ടിയത്. മുൻകൂർ ജാമ്യ ഹർജിയിൽ വിശദമായ വാദം തിങ്കളാഴ്ച കേൾക്കാമെന്നും കോടതി പറഞ്ഞു. ആദ്യം രജിസ്റ്റർ ചെയ്ത പീഡനക്കേസിൽ ഹൈക്കോടതി 15ാം തീയതി വരെ അറസ്റ്റ് തടഞ്ഞിരിക്കുകയാണ്. അതിന് തൊട്ടു പിന്നാലെയായിരുന്നു 2ാമത്തെ കേസ്. ഈ 2ാമത്തെ കേസിൽ ഹാജരായ അഭിഭാഷകൻ വളരെ ശക്തമായ നിലയിൽ വാദമുഖമുയർത്തി കോടതിയിൽ. പരാതിക്കാരിയുടെ പേരുപോലുമില്ലാതെ ലഭിച്ച ഇമെയിലിൻ്റെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തിരിക്കുന്നത് എന്ന് രാഹുലിൻ്റെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞു. ഇതിനെ ശക്തിയുക്തം എതിർത്ത് വാദിക്കാൻ പ്രോസിക്യൂഷന് പോലും കഴിഞ്ഞില്ല. ബംഗളൂരു സ്വദേശിനിയായ യുവതി KPCC അധ്യക്ഷൻ അയച്ച ഇമെയിൽ സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറുകയായിരുന്നു കോൺഗ്രസ് ചെയ്തത്. ഇപ്പോഴിതാ പ്രോസിക്യൂഷൻ പോലും പറയുന്നത് കോൺഗ്രസ് സംസ്ഥാന പോലീസ് മേധാവിക്ക് ഇത്തരമൊരു ഇമെയിൽ ഫോർവേഡ് ചെയ്ത് തന്നതുകൊണ്ടാണ് കേസിൽ FIR ഇട്ടതെന്ന്. യുവതിയുമായി ബന്ധപ്പെടാനുള്ള ശ്രമം പോലീസ് നടത്തുന്നുവെന്നും യുവതിയുടെ മൊഴി ഉടൻ തന്നെ രേഖപ്പെടുത്തുമെന്നും പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു. ഇവിടെയാണ് അതിശക്തവാദവുമായി രാഹുലിൻ്റെ അഭിഭാഷകർ നിൽക്കുന്നത്. അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഒരു ഉത്തരവ് സെഷൻസ് കോടതിയിൽ നിന്ന് കിട്ടിയില്ല എന്ന വിവരം ഇപ്പോൾ മാധ്യമങ്ങൾ ആഘോഷിക്കുകയാണ്. 2ാം കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് വലിയ തോൽവി എന്ന നിലയിലാണ് ഈ കേസിനെ മാധ്യമങ്ങൾ കാണുന്നത്. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് തൊട്ടു മുന്നിൽ നിൽക്കവേ
രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യ പരാതി വരുന്നു. അതിന് തൊട്ടു പിന്നാലെ ബംഗളൂരു സ്വദേശിനിയായ ഒരു യുവതിയുടെ പരാതി. 2023 നടന്ന ഒരു സംഭവമാണ് പരാതിക്കാരി മുന്നോട്ട് വയ്ക്കുന്നത്. ആദ്യ പരാതിയിൽ ജാമ്യാപേക്ഷ ഇന്ന് 32ാം ഇനമായി പരിഗണിക്കാനിരിക്കവെയാണ് രാഹുലിന്റെ അഭിഭാഷകൻ എസ് രാജീവ് ഇന്ന് രാവിലെ തന്നെ കോടതിയിൽ ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞത്. ജാമ്യ ഹർജിയിൽ താൻ വാദത്തിനൊരുക്കമാണ് എന്ന് എസ് രാജീവ് വളരെ വ്യക്തമായി കോടതിയെ ധരിപ്പിച്ചു. ഇതോടെ പ്രോസിക്യൂഷനോടുള്ള ചോദ്യം കോടതിയുടേത്. പ്രതിഭാഗം അഭിഭാഷകൻ ഇപ്പോൾ വാദത്തിന് തയ്യാറാണ്, പ്രോസിക്യൂഷൻ അതിന് തയ്യാറാണോ എന്ന കോടതിയുടെ ചോദ്യം. വളരെ ഗൗരവമുള്ള കേസാണിതെന്നും ഈ കേസിൽ ഒട്ടനവധി കാര്യങ്ങൾ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്താനുണ്ട് എന്നും പ്രോസിക്യൂഷൻ പറയുന്നു. ഇതിനെ തുടർന്ന് കോടതിയുടെ പരിഗണനയിലുള്ള ഒരു കേസാണല്ലോ, ഇതിൽ രാഷ്ട്രീയ ഗൂഢാലോചനയൊക്കെയുണ്ട്. അതുകൊണ്ട് തന്നെ കേസ് തീർപ്പാക്കുന്നതുവരെ അറസ്റ്റ് തടയണം എന്ന ആവശ്യം എസ് രാജീവ് കോടതിയോട് അഭ്യർത്ഥിച്ചു. ഇതിനെ തുടർന്ന് പെട്ടെന്ന് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവ്. ഈ ഉത്തരവ് സർക്കാരിനും പോലീസ് സംഘത്തിനുമൊക്കെ വലിയ തിരിച്ചടിയായി. അതിൻ്റെ തുടർച്ചയായി പെട്ടെന്ന് തന്നെ സെഷൻസ് കോടതിയിലേക്ക് രാഹുലിൻ്റെ അഭിഭാഷകർ പാഞ്ഞു. തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള 2ാം ജാമ്യഹർജി സമർപ്പിക്കുമ്പോൾ അഭിഭാഷകർക്ക് പോലും ഏതാണ് സംഭവമെന്ന് നിശ്ചയമില്ല. അതാണിപ്പോൾ കോടതി മുറിക്കുള്ളിൽ നടന്ന വാദങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തുകൊണ്ട് 2ാം പരാതി KPCC അധ്യക്ഷൻ പെട്ടെന്ന് തന്നെ സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറി? ഈ ചോദ്യമാണ് ഇപ്പോൾ പല കോണുകളിൽ നിന്നും ഉയരുന്നത്. കോടതിയിലും പ്രോസിക്യൂഷൻ ഇതേ ചോദ്യം ഉന്നയിച്ചതോടെ KPCC അധ്യക്ഷൻ വെട്ടിലായിരിക്കുകയാണ്. ഊരും പേരുമൊന്നുമില്ലാത്ത ഒരു പരാതി എന്തിനാണിങ്ങനെ സംസ്ഥാന പോലീസ് മേധാവിക്ക് കിട്ടിയപാടെ കൈമാറിയത്? ആദ്യ പരാതിക്കാരി പരാതി നൽകാൻ വൈകി, സംസ്ഥാന മുഖ്യമന്ത്രിക്ക് പരാതി നൽകി ഇതിന് രാഷ്ട്രീയമാനം കൈവരുത്താനാണ് ശ്രമിച്ചത് എന്നൊക്കെയാണ് രാഹുലിൻ്റെ അഭിഭാഷകർ മുന്നോട്ട് വയ്ക്കുന്ന വാദം. സമാന തലത്തിലേക്ക് ഇപ്പോൾ 2ാം പരാതിയും മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ പരാതികളുടെയൊക്കെ ഒരു പൊതു സ്വഭാവം പരിഗണിക്കുമ്പോൾ വാർത്താ പ്രാധാന്യം നേടുക, അതിലപ്പുറം രാഷ്ട്രീയമായ ചില ലക്ഷ്യങ്ങൾ കൈവരിക്കുക. അങ്ങനെ ഒരു സംശയം തോന്നിയാൽ അതിൽ നമുക്കങ്ങനെ സംശയം തോന്നുന്നവരെ കുറ്റം പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയിലെ വാദങ്ങളും ഒടുവിൽ കോടതിയുടെ നിരീക്ഷണവുമൊക്കെ പരിശോധിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമായി പറയാൻ കഴിയും. 2ാം ജാമ്യ ഹർജിയിൽ ഒരു അനുകൂല നിലപാടിലേക്ക് എത്താനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നു. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയുള്ള നിയമ പോരാട്ടമാണ് അതിശക്തമായ തലത്തിൽ അഭിഭാഷകർ ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.